ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓൺലൈൻ ടീച്ചിങ് മെത്തേഡാണ്. ഓൺലൈൻ ടീച്ചിങ് മെത്തേഡ് സ്കൈപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ആപ്ലിക്കേഷനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സ്കൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് 50 പേര് വരെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, ലോഗിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാൻ പോകും. ആദ്യമായി പ്ലേ സ്റ്റോറിൽ ചെന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി സ്കൈപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെയൊരു ഫയലായിരിക്കും വരിക. വെൽക്കം ടു സ്കൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ലെറ്റ്സ് ഗോ അടിക്കാം. ലെറ്റ്സ് ഗോയ്ക്ക് ശേഷം നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സൈൻ ഇൻ ചെയ്യാൻ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സൈൻ ഇൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് വൺ എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ക്രിയേറ്റ് വണ്ണിനകത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമുക്കൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഒരു പുതിയതായിട്ട് നമ്മളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുന്നു. പിന്നെ വാട്ട്സ് യുവർ നെയിം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുന്നു. പേരടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുന്നു. പിന്നെ വെരിഫൈ ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ തന്നെയാണോ എന്ന് അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് നമുക്ക് അയക്കും. ഒരു OTP നമ്പർ പോലത്തെ ഒരു നമ്പർ അയക്കും. അവിടെ എൻ്റർ കോഡ് നമ്മളെടുത്ത് ആ OTP നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. നമുക്ക് മെസ്സേജ് വഴി കിട്ടുന്ന OTP നമ്പർ അല്ലെങ്കിൽ ആ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഒരു ലോഡിങ് പ്രോസസ്സിങ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് വരുന്നത്. ആദ്യം നമുക്ക് സ്കാൻ ആവുന്നു. ഇപ്പോൾ ഫൈൻഡ് കോൺടാക്ട് ഈസിലി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ ഫോണിനകത്ത് ആരൊക്കെ സ്കൈപ്പ് ഉപയോഗിക്കുന്നു, നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ആരൊക്കെ സ്കൈപ്പ് ഉപയോഗിക്കുന്നു അവരുടെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടാൻ കണ്ടിന്യൂ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. പിന്നെ അവർ ചോദിക്കുന്ന കുറച്ച് പെർമിഷൻസ് എല്ലാം അലോ ചെയ്യേണ്ടി വരും. സ്കൈപ്പ് റെക്കോർഡ് ഓഡിയോ അലോ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പിക്ചേഴ്സും റെക്കോർഡ് വീഡിയോയും ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നത് വെച്ച് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. കാരണം വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ഒരു പെർമിഷൻ അവർക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ഫോണിൻ്റെ ഒരു പെർമിഷൻ, അത് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആയി. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാൾ ഇപ്പോൾ ഒരു അധ്യാപിക നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അവരൊരു മീറ്റിംഗ് അവർ തയ്യാറാക്കും. ആ മീറ്റിങ്ങിൻ്റെ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് വഴി കിട്ടും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ മീറ്റിംഗ് വീഡിയോ കോളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചു തരും. അത് കാണിച്ചു തരാം. അപ്പോൾ മീറ്റിംഗ് നമ്മൾ തന്നെ ഒരു അധ്യാപികയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ കോൺടാക്ട് ലിസ്റ്റ്, നമ്മൾ ഇവിടെ ഒരു പെൻസിലിൻ്റെ ഒരു സംഭവമുണ്ട്, അത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കോൺടാക്ട്സിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ വീഡിയോ കോള് സ്കൈപ്പിലുള്ളവരുടെയൊക്കെ കോൺടാക്ട്സ് ലിസ്റ്റ് വരും. നമ്മൾ ജസ്റ്റ് ആരെങ്കിലും ആവശ്യമുള്ളവരുടെ കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് മെസ്സേജ്, ഇതിനകത്ത് നമുക്ക് മെസ്സേജും അയക്കാൻ പറ്റും, വീഡിയോ കോളും ചെയ്യാൻ പറ്റും. ഒരു ടൈമിൽ തന്നെ 50 പേര് വരെ നമുക്ക് ഇതിനകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒരുപാട് ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മുടെ പല വീടുകളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൈക്രോഫോൺ നമുക്ക് ഓഫാക്കി വെക്കാം. കാരണം വെച്ചാൽ ഒരുപാട് വീടുകളിൽ പല നോയ്സ് വരുമ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേന് വലിയൊരു നോയ്സ് ആയിട്ട് ക്ലിയർ വരാതിരിക്കാം. അപ്പം നമുക്ക് ഡൗട്ടുള്ള സമയത്ത് മാത്രമായിട്ട് മൈക്രോഫോൺ ഓണാക്കിയാൽ മതി. അതുവരെ മ്യൂട്ട് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വീഡിയോ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് നമുക്ക് മെസ്സേജും അയക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു മീറ്റിങ്ങും നമുക്കിനി ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ മീറ്റിനകത്ത് ഞെക്കി കഴിയുമ്പോൾ ഷെയർ ചെയ്യാം. നമ്മുടെ ആ മീറ്റിങ്ങിനായിട്ടുള്ള ലിങ്ക്, അതായത് ഇതാണ് ടീച്ചിങ് ഫീൽഡിലുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന സംഭവം.
ജോയിൻ അടിച്ചു കൊടുക്കാം. നമുക്ക് ജോയിൻ ചെയ്യാം, നമുക്ക് മീറ്റിംഗ് തുടങ്ങുകയും ചെയ്യാം. ഇപ്പോൾ ടീച്ചർമാർ മീറ്റിംഗ് തുടങ്ങുന്നു, അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് വഴിക്ക് അയച്ചു തരും. അപ്പോൾ ആ ലിങ്കിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അവർ ഒരു മീറ്റിംഗ് തുടങ്ങാൻ നോക്കാം. മീറ്റിംഗ് തുടങ്ങുമ്പോൾ വേറൊരു ഫോണിനകത്ത് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ലിങ്ക് കിട്ടുന്നു, ടീച്ചർ എങ്ങനെ എഴുതുന്നു എല്ലാം നോക്കാം. ഷെയർ ഇൻവൈറ്റിനകത്ത് നമുക്ക് ലിങ്ക് കിട്ടും. നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നു. വാട്സപ്പ് വഴി ലിങ്ക് നിങ്ങളുടെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാം. ആ കിട്ടുന്ന ലിങ്ക് നിങ്ങളുടെ സ്റ്റുഡൻസിന് എത്തും. സ്റ്റുഡൻസിന് എത്തുന്ന ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇതിനകത്ത് കിട്ടുന്ന ലിങ്കിൽ നിന്ന് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരും. നിങ്ങൾ സ്കൈപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ സ്കൈപ്പിൻ്റെ ഓപ്ഷൻ വരും. ആ സ്കൈപ്പിൽ തന്നെ നമുക്ക് ജസ്റ്റ് വൺസോ സെറ്റ് ടു ഓൾവേസോ ചെയ്യാം. ജസ്റ്റ് വൺസ് ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീറ്റിംഗ് ലിങ്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫറൻസ് ആയിരിക്കും വരിക. അപ്പം ജോയിൻ കോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോളിലേക്ക്, ആ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളെ കണ്ടുകൊണ്ട് മീറ്റിംഗ് നടത്തണമെങ്കിൽ ഇവിടെ കോൾ വീഡിയോയുടെ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ മതി. വീഡിയോയുടെ ഓപ്ഷൻ ഓൺ ആക്കിയിടുമ്പോൾ ഇങ്ങനെ വരും. ഈ ഒരു ലിങ്ക് വഴി 50 പേർക്ക് വരെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റ്സും ആയ കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്.